നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 4-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിന് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മഴക്കെടുതിയിൽ ഇതുവരെ 15 പേർ മരണപ്പെട്ടതായിട്ടും അതോടൊപ്പം തന്നെ 7 പേരെ കാണാതായതായിട്ടും മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾക്കായിട്ട് 10,000 രൂപ അനുവദിച്ചതായിട്ടും ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങുന്നവർക്ക് 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു റേഷൻ കാർഡിന് 2 പേർക്ക് എന്ന നിലയിൽ ദിവസവും 300 രൂപ വീതം നൽകുമെന്നും നിലവിൽ സംസ്ഥാനത്തുടനീളം 316 ക്യാമ്പുകളിലായിട്ട് 11,018 പേരാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് SDRF ഫണ്ടിൽ നിന്ന് 4 ലക്ഷം രൂപയും CMDRFിൽ നിന്ന് 2 ലക്ഷം രൂപയും PMNRFിൽ നിന്ന് 2 ലക്ഷം രൂപയും ചേർത്ത് ആകെ 8 ലക്ഷം രൂപയുടെ ധനസഹായം ലഭ്യമാക്കും. കൂടാതെ വീടുകൾ പൂർണ്ണമായും തകർന്നവർക്കുള്ള ധനസഹായം 4 ലക്ഷത്തിൽ നിന്ന് 6 ലക്ഷം രൂപയായും സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് 6 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചതായിട്ടും അറിയിച്ച മുഖ്യമന്ത്രി കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം തുക എത്രയെന്ന് ഉറപ്പുവരുത്തി അറിയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് 4 ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, മലപ്പുറം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഓഗസ്റ്റ് 4-ാം തീയതി ചൊവ്വാഴ്ച ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ, അംഗനവാടികൾക്കും അവധി ബാധകമാണ്. കോഴിക്കോട് ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന പരീക്ഷകൾ നടക്കുന്നതാണ്. കൂടാതെ കണ്ണൂർ ജില്ലയിൽ 4 താലൂക്കുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമാണ്. കൂടുതൽ അവധി അറിയിപ്പുകൾക്കായിട്ട് നിങ്ങളുടെ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ ഓണാഘോഷങ്ങളുടെ ഭാഗമായിട്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ക്ഷാമബത്ത വിതരണം ചെയ്യാൻ നടപടികൾ ആരംഭിച്ചു. ജീവനക്കാരുടെ ജനുവരിയിലെ 2% DAയും പെൻഷൻകാരുടെ തത്തുല്യമായിട്ടുള്ള DR-ഉം ഓണം ബോണസിനും ഉത്സവബത്തയ്ക്കുമൊപ്പം അനുവദിക്കുന്നതാണ് പരിഗണനയിലുള്ളത്. ഇതുകൂടാതെ ഈ വർഷം ജനുവരി മുതലുള്ള 7 മാസത്തെ DA കുടിശ്ശിക മുൻകാല പ്രാബല്യത്തോടെ പണമായിട്ട് നൽകാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. 2ാം പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ ഇതുവരെ ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം അനുവദിച്ചിരുന്നില്ല. 2019 നടപ്പിലാക്കേണ്ടിയിരുന്ന ശമ്പള പരിഷ്കരണം 2021 നടപ്പിലാക്കിയത്. അന്നുണ്ടായിരുന്ന 7% DA കുടിശ്ശിക ശമ്പള പരിഷ്കരണത്തോടൊപ്പം ലയിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 2025 ജൂലൈ വരെയുള്ള DA ഈ വർഷം ആരംഭത്തിൽ അനുവദിച്ചെങ്കിലും കുടിശ്ശിക വിതരണം ചെയ്തിരുന്നില്ല. നിലവിൽ 35% DA ലഭിക്കുന്ന ജീവനക്കാർക്ക് ജനുവരിയിലെ 2% കൂടി അനുവദിക്കുന്നതോടെ ക്ഷാമബത്ത 37% വർദ്ധിക്കും. DAയും DR-ഉം അനുവദിക്കുന്നതിലൂടെ ജീവനക്കാർക്കായിട്ട് 54 കോടിയോളം രൂപയും പെൻഷൻകാർക്കായിട്ട് 38 കോടി രൂപയും ഉൾപ്പെടെ പ്രതിമാസം 97 കോടി രൂപ അധിക സാമ്പത്തിക ബാധ്യതയായിട്ട് സർക്കാരിനുണ്ടാകും. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് 7 മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതിന് 684 കോടി രൂപ സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാർ ഈ മാസ അവസാനത്തോടെ 3% ക്ഷാമബത്ത വർധനവ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ വർഷാവസാനത്തോടെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA 40% ഉയരും. ശമ്പള പരിഷ്കരണം വൈകുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന ക്ഷാമബത്ത നിരക്കിലായിരിക്കും ഈ തുക വരിക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ റേഷൻ വിഹിതങ്ങളൊക്കെ തന്നെ വാങ്ങാമെങ്കിലും ഓണം സ്പെഷ്യൽ ആനുകൂല്യങ്ങളും ഓണക്കിറ്റും ഓഗസ്റ്റ് 10-ന് ശേഷമേ പൂർണ്ണമായിട്ട് ലഭ്യമാവുകയുള്ളൂ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും സപ്ലൈകോയും സംയുക്തമായിട്ട് നടത്തുന്ന ഈ ഓണം വിപണി ഇടപെടലിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും കുറഞ്ഞ നിരക്കിൽ സാധനങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നതാണ്. ഓരോ കാർഡ് വിഭാഗത്തിനും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് അനുവദിച്ചിട്ടുള്ളത്. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. കൂടാതെ പാക്കറ്റിന് 7 രൂപ നിരക്കിൽ 3 പാക്കറ്റ് ആട്ടയും ഓഗസ്റ്റ് 10 മുതൽ 16 ഇനങ്ങളടങ്ങിയ സൗജന്യ ഓണക്കിറ്റും ഇവർക്ക് വാങ്ങാനുള്ള അവസരമുണ്ട്. പിങ്ക് കാർഡുകാർക്ക് അംഗം ഒന്നിന് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ഗോതമ്പിന് പകരമായിട്ട് ആട്ട എടുക്കുകയാണെങ്കിൽ പാക്കറ്റ് ഒന്നിന് 1 രൂപ നൽകേണ്ടതുണ്ട്. നീല കാർഡ് ഉടമകൾക്ക് സാധാരണ വിഹിതമായിട്ട് അംഗം ഒന്നിന് കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ അരിയും ഇതിനു പുറമെ കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും ലഭിക്കുന്നതാണ്.
വെള്ള കാർഡുകാർക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 7 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ സ്പെഷ്യൽ ഗോതമ്പുമാണ് അനുവദിച്ചിട്ടുള്ളത്. കൂടാതെ നീല വെള്ള കാർഡ് ഉടമകൾക്ക് ഓഗസ്റ്റ് 10 മുതൽ 10 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും സ്റ്റോക്ക് അനുസരിച്ച് ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും സ്വന്തമാക്കാം. ബ്രൗൺ കാർഡുകാർക്ക് കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ ഗോതമ്പും 17 രൂപയ്ക്ക് ആട്ടയും ലഭ്യമാണ്. റേഷൻ കടകൾക്ക് പുറമെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി എല്ലാ കാർഡ് ഉടമകൾക്കും 20 കിലോ ഓണം സ്പെഷ്യൽ അരി കിലോയ്ക്ക് 26 രൂപ നിരക്കിലും 10 കിലോ സാധാരണ അരി കിലോയ്ക്ക് 33 രൂപ നിരക്കിലും വാങ്ങാവുന്നതാണ്. ഓണം ട്രേഡ് ഫെയറുകളുടെയൊക്കെ തന്നെ ഭാഗമായിട്ട് ഓഗസ്റ്റ് 8 മുതൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെഗാ ഫെയറുകൾ സംഘടിപ്പിക്കും. തുടർന്ന് ഓഗസ്റ്റ് 12 മുതൽ മണ്ഡലാടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ മറ്റ് 11 ജില്ലകളിലും ഫെയറുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. വിലക്കയറ്റം തടയുന്നതിനായിട്ട് 13 ഇനങ്ങളടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ, സബ്സിഡി ഉൽപ്പന്നങ്ങളും ഹോർട്ടികോർപ്പ് വഴിയുള്ള കുറഞ്ഞ വിലയിലുള്ള പച്ചക്കറികളും ഒക്കെ തന്നെ ഈ മേളയിൽ ലഭ്യമാകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് നിലവിൽ നൽകി വരുന്ന ക്ഷേമ പെൻഷൻ തുക 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി ഉയർത്തുമെന്നത് ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണ്. ഈ വർധനവ് വരാനിരിക്കുന്ന ഓണക്കാലത്ത് ഉടനടി പ്രാബല്യത്തിൽ വരില്ലെങ്കിലും മുൻ വർഷങ്ങളിലെ പോലെ തന്നെ അടുത്ത മാസത്തെ പെൻഷൻ തുക മുൻകൂറായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 6 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിലോ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ ഘട്ടങ്ങളായിട്ട് നടപ്പിലാക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഇതുവഴി അടിസ്ഥാന പെൻഷനിൽ 1000 രൂപയുടെ വർധനവുണ്ടാവുകയും ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ തുക ലഭിക്കുകയും ചെയ്യും. ഓണക്കാലത്ത് 4000 രൂപ, അതായത് 2 മാസത്തെ പെൻഷൻ തുക ഒന്നിച്ചു നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഓഗസ്റ്റ് 15 ശേഷം ഇതിൻ്റെ വിതരണം ആരംഭിക്കുകയും ഓഗസ്റ്റ് 26-ാം തീയതി തിരുവോണത്തിന് മുൻപായി തന്നെ തുക എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിക്കുകയും ചെയ്യും. എന്നാൽ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക കൂടി മുൻകൂറായിട്ടാണ് ഓണത്തിന് നൽകുന്നതിനാൽ തന്നെ ഇനി അടുത്ത പെൻഷൻ ഗഡുവിനായിട്ട് ഒക്ടോബർ മാസം അവസാന വാരം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതോടൊപ്പം തന്നെ 60 വയസ്സ് പൂർത്തിയായവർക്കും വിധവകൾക്കും സാമൂഹ്യ സുരക്ഷ പെൻഷനായി എപ്പോൾ വേണമെങ്കിലും പുതുതായിട്ട് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. ഇതിനായി പ്രത്യേക അവസാന തീയതികളൊന്നും തന്നെയില്ല. ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി തന്നെ ആവശ്യമായ സാക്ഷ്യപത്രങ്ങളുടെയൊക്കെ തന്നെ മാതൃകകൾ അത് ഡൗൺലോഡ് ചെയ്ത് വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് അപേക്ഷ നൽകി രേഖകൾ മുൻകൂട്ടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വ്യക്തിഗത വിവരങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഭിന്നശേഷിക്കാർക്കുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റോ വിധവാ പെൻഷനുള്ള രേഖകളോ കൃത്യമായിട്ട് സമർപ്പിക്കണം. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ച ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അപേക്ഷ പരിശോധിച്ച് അംഗീകാരം നൽകുന്നതോടെ പെൻഷൻ ID ക്രിയേറ്റ് ആവുകയും ഡിജിറ്റൽ സൈൻ രേഖപ്പെടുന്ന മുറയ്ക്ക് അടുത്ത മാസം മുതൽ തന്നെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായി തുടങ്ങുകയും ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്നലെ തിങ്കളാഴ്ച ഓഗസ്റ്റ് 3-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 13,220 രൂപയും പവന് 1,05,760 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോസ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.